ഹലോ, ഇന്നത്തെ വീഡിയോ മാങ്ങ ഇരുമ്പമ്പുളി അച്ചാറിൻ്റെ വീഡിയോ ആണ്. മാങ്ങ ചെറുതാക്കി നുറുക്കി അതിലൊരു 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇരുമ്പമ്പുളി അത് ചെറുതാക്കി നീളത്തിൽ നുറുക്കി അതിലും 1.5 സ്പൂൺ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് ഒരു കുപ്പിയിലാക്കി വയ്ക്കാം. അത് പിന്നത്തെ ദിവസം എടുക്കുമ്പോൾ ഇതേപോലെ ക്രീം നിറത്തിൽ ഉപ്പ് പിടിച്ച് ഒന്ന് ചുങ്ങി അതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി മാങ്ങ ഇരിക്കുന്നുണ്ടാവും. ഇരുമ്പമ്പുളി അതുപോലെ ഒന്ന് ചുങ്ങി വെള്ളമൊക്കെ ഇറങ്ങി അതിൽ നിന്ന് ഉപ്പ് പിടിച്ച് ഇരിക്കുന്നുണ്ടാവും. ഇതിൽ മാങ്ങ അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇരുമ്പമ്പുളി അരിപ്പ വെച്ച് അരിച്ച് അതിലത്തെ വെള്ളം മാറ്റി വെച്ച് നമുക്ക് ഇരുമ്പമ്പുളി അച്ചാറിടാൻ ഉപയോഗിക്കാം. ഇരുമ്പമ്പുളിയുടെ വെള്ളം അച്ചാറിടാൻ നല്ലതല്ല, അത് അസിഡിറ്റി കൂടുതലുള്ളതാണ്. അതുകൊണ്ട് അത് നമുക്ക് കളയാം. ഇരുമ്പമ്പുളിക്ക് അധികം അസിഡിറ്റി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇരുമ്പമ്പുളി അധികം ഉപയോഗിക്കുന്നത് നല്ലതല്ല എന്നാണ് പറയാറ്. പക്ഷേ ഇങ്ങനെ നമ്മൾ ഉപ്പിട്ട് വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് അത്ര ദോഷം ഉണ്ടായിരിക്കില്ല. ഇനി നമുക്ക് ഈ മാങ്ങയും ഇരുമ്പമ്പുളിയും വെച്ച് അച്ചാറുണ്ടാക്കാനായിട്ട് ആദ്യം ചട്ടി വെച്ച് അതിലേക്ക് അച്ചാറുണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് പച്ചെണ്ണ അഥവാ നല്ലെണ്ണ എന്ന് പറയുന്ന എണ്ണയാണ്. അത് വീത്തി കൊടുത്ത് അതിലേക്ക് 2 മണി ഉലുവ, പിന്നെ 1 സ്പൂൺ കടുക് എന്നിവ ചേർത്ത് കൊടുക്കാം. അത് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു 8 വെളുത്തുള്ളിയും, ചെറുതാണെങ്കിൽ ഒരു 12 എണ്ണവും നല്ലോണം ചതച്ചതോ അതോ പേസ്റ്റ് ആക്കിയതോ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി, നല്ലൊരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചോ അതോ അല്ലെങ്കിൽ പേസ്റ്റ്, രണ്ടും പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2-3 വറ്റൽമുളക് എടുത്ത് ഒന്ന് ചെറുതാക്കി ചെറിയ പീസുകളാക്കി അതിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടാക്കാം. അതിന് ശേഷം ഗ്യാസ് ഓഫാക്കി അതിലേക്ക് ആവശ്യമായ മുളക് പൊടി, ഞാൻ 2 സ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് പൊടികൾ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് പൊടി കരിയാതിരിക്കാനും അതിൻ്റെ ടേസ്റ്റ് മാറാതിരിക്കാനുമാണ്. പിന്നെ ചട്ടി കനമുള്ള ചട്ടിയാണെങ്കിൽ പെട്ടെന്ന് കരിയാൻ സാധ്യതയുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യമായ അച്ചാർ പൊടിയും ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ നിറച്ചും അച്ചാർ പൊടിയും 1 സ്പൂൺ ഉലുവാപ്പൊടിയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നല്ലോണം മിക്സാക്കി ഗ്യാസ് കത്തിച്ച് ഒന്ന് ചൂടായതിന് ശേഷം ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന തലേദിവസം ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മാങ്ങ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് നല്ലോണം മിക്സാക്കിയതിന് ശേഷം നമ്മൾ അരിപ്പയിൽ അരിച്ച് വെച്ചിരിക്കുന്ന ഇരുമ്പമ്പുളിയും അതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സാക്കി എടുക്കാം. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതിനനുസരിച്ച് ഉപകാരമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും അത് ആവശ്യമുള്ളവർക്ക് ആർക്കെങ്കിലും ഫ്രണ്ട്സിനോ ആർക്കെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇരുമ്പമ്പുളിയും മാങ്ങയും നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസിൻ്റെ തീയൊന്ന് വലുതാക്കി അത് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. തിളയ്ക്കാനോ വേവാനോ പാടില്ല. മാങ്ങ തിളയ്ക്കോ വേവോ ചെയ്താൽ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് വേവിക്കാൻ പാടില്ല. ഉപ്പ് നോക്കി, ഉപ്പ് വേണമെങ്കിൽ മാത്രം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. കാരണം മാങ്ങയിലും ഇരുമ്പമ്പുളിയിലും നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇരുമ്പമ്പുളിയിലെ വെള്ളം നമ്മൾ കളഞ്ഞു. മാങ്ങയിലത്തെ വെള്ളം നമ്മൾ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഉപ്പുണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ പുളിക്കായി 1 സ്പൂൺ ചൊറുക്ക
ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കായം വറുത്ത് പൊടിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് എടുത്ത് അച്ചാർ റെഡി. ഈ അച്ചാർ കുപ്പിയിലാക്കി വെച്ച് ബോട്ടിലിലോ പാത്രത്തിലോ ആക്കി വെച്ച് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോഴാണ് എല്ലാതും നല്ലോണം അതിൽ പിടിച്ചിട്ടുണ്ടാവുക. വീട്ടിലുണ്ടായ മാങ്ങയും ഇരുമ്പൻ പുളിയും വെച്ച് ഉണ്ടാക്കിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത്. ചൂടാറിയതിന് ശേഷം കുപ്പിയിലാക്കുക. മറ്റൊരു വീഡിയോയുമായി ഇനി കാണാം.